അങ്ങനെ നിങ്ങൾക്ക് ഇനി ഒരു 7 ദിവസം കൂടെ ബാക്കിയുണ്ട്. അയ്യോ ഇനി സമയമില്ലല്ലോ എന്നുള്ളൊരു ചിന്തയും അതുപോലെ തന്നെ ഇത് പെട്ടെന്നൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്തയും മാറി മാറി നിങ്ങളുടെ തലയിൽ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ രണ്ട് ചിന്തകളുടെ ഒരു ബാലൻസിൽ പോയാൽ മതി. നമ്മൾ രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പം ഇനി സമയം ഇല്ലല്ലോ എന്നുള്ള ടെൻഷനിൽ തന്നെ പഠിച്ചു തുടങ്ങി വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും കുറച്ചൊന്ന് സ്ലോ ആകുമ്പം ഓക്കെ ഇതിനി കുറച്ച് ദിവസം കൂടി ഇങ്ങനെ പോയാൽ മതി എന്നുള്ള ആ ഒരു പ്ലാനാണ് ഓവറോൾ നമുക്ക് വേണ്ടത്. ഈ വീഡിയോയിൽ ഈ ലാസ്റ്റ് 7 ഡേയ്സിന് വേണ്ടിയുള്ള കുറച്ച് സജഷൻസ്, ഞാൻ ടിപ്സ് ഒന്നും സ്ട്രാറ്റജി എന്നൊന്നും പറയുന്നില്ല, എൻ്റെ പ്രിപ്പറേഷനും അതുപോലെ എൻ്റെ വൈഫിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ സമയത്ത് ഞങ്ങൾ ചെയ്ത കാര്യങ്ങളും അതുപോലെ ഞാൻ കണ്ട ഇൻ്റർവ്യൂസും ഇതെല്ലാം ബേസ് ചെയ്തുള്ള കുറച്ച് സജഷൻസ് മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്ക് മോഡൽ എക്സാംസിൻ്റെ കാര്യം വെച്ച് തന്നെ തുടങ്ങാം. കുറച്ച് പേരൊക്കെ എസ്പെഷ്യലി ക്രാഷ് കോഴ്സ് ഒക്കെ ചെയ്യുന്നവർ ഒന്ന് റിവിഷനൊക്കെ എന്തെങ്കിലും ആയിട്ട് അല്ലെങ്കിൽ പോർഷൻസ് ഒക്കെ എന്തെങ്കിലും ഒന്ന് എത്തിച്ചിട്ട് മോഡൽ എക്സാംസ് എഴുതാമെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും. നിങ്ങളൊക്കെ ഇനിയുള്ള ഒരു 4-5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമുള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അതുപോലെ എക്സാമിന് മുമ്പുള്ള ലാസ്റ്റ് 2-3 ഡേയ്സിൻ്റെ കാര്യം ഞാൻ മുമ്പൊന്ന് പറഞ്ഞായിരുന്നു. ആ ദിവസങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ മോഡൽ എക്സാംസ് എഴുതിയിട്ട് അതിൻ്റെ മാർക്ക് നിങ്ങളെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ലാസ്റ്റ്, അതായത് ഒരു 3rd-നും 4th-നൊന്നും എക്സ്ട്രാ ഒരു മോഡൽ എക്സാം കൂടെ എഴുതാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. May 2 വരെ നിങ്ങൾ എഴുതിക്കോ. എന്നിട്ട് 3rd-ന് നീറ്റ് 2022 അല്ലെങ്കിൽ 23-ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് ഫുൾ സോൾവ് ചെയ്യാം. അപ്പം നിങ്ങൾ അത്യാവശ്യമൊക്കെ റിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു 500-550+ മാർക്ക് കിട്ടും. അത്രയൊക്കെ നിങ്ങൾക്ക് ആ എക്സാമിന് കിട്ടുമെങ്കിൽ അടുത്ത ഈ വരുന്ന എക്സാമിന് ഒരു 600+ ഒക്കെ മേടിക്കാനുള്ള നോളജ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ പോയി അങ്ങ് എക്സാം എഴുതിയാൽ മതി. നിങ്ങൾ May 4 പോയി ഒരു എക്സാം എഴുതിയിട്ട് അതിന് മാർക്ക് കുറഞ്ഞാൽ അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യുമെങ്കിൽ അത് അടുത്ത ദിവസത്തെ പെർഫോമൻസിനെയും ബാധിക്കാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ അങ്ങനെയല്ല, മോഡൽ എക്സാംസിൻ്റെ മാർക്ക് നിങ്ങൾ കാര്യമാക്കാറേ ഇല്ല, മാർക്ക് എത്ര കുറഞ്ഞാലും നിങ്ങൾ വർക്ക് ചെയ്യാനും ആ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ 4th വരെ എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. ഈ May 3-നും 4th-നും നടക്കുന്ന എക്സാംസിന് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ടാകണം. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് കാഷ്വൽ ആയിട്ടൊന്ന് ചെയ്ത് പോയാൽ മതി. അതിൻ്റെ മാർക്ക് എത്രയായിരുന്നോ അല്ലെങ്കിൽ റാങ്ക് എന്നുള്ള രീതിയിലോട്ടൊന്നും ആലോചിക്കാതെ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് കണ്ടുപോകാൻ വേണ്ടി 3-ാം തീയതി 4-ാം തീയതി ഉള്ള എക്സാംസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്ത് പോവാം. ഇനി നമുക്ക് റിവിഷൻ്റെ കാര്യം നോക്കാം. ബയോളജിയിൽ നിങ്ങൾ ഇതുവരെ തിയറി മാത്രം വായിച്ചാണ് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഒരു റൗണ്ട് ഒരു 4 ദിവസം എടുത്തിട്ട് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും ഒരു MCQ ചെയ്തുള്ള റിവിഷനും കൂടെ കംപ്ലീറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു ചാപ്റ്ററിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട, ഒരു 30 ക്വസ്റ്റ്യൻസ്, അതിലെ ഒരു 10 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് 10 ക്വസ്റ്റ്യൻസ് ഇപ്പം ലൈവ് മാരത്തോൺസ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ടീച്ചേഴ്സ് അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചുള്ള പ്രഡിക്ഷൻസ് ആയിരിക്കും ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ സമയത്ത് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ചാപ്റ്ററിൽ നിന്ന് ഉള്ളൊരു 10 ക്വസ്റ്റ്യനും പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ മുമ്പ് മോഡൽ എക്സാംസിനൊക്കെ തെറ്റിച്ച ക്വസ്റ്റ്യനോ അങ്ങനത്തെ കുറച്ചെണ്ണം കൂടെ സെലക്ട് ചെയ്ത് എല്ലാ ചാപ്റ്ററിൽ നിന്നും ഏകദേശം ഒരു 30 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്ത് പോയി നിങ്ങൾക്ക് ഒരു 4 ദിവസം കൊണ്ട് ഫുൾ ചാപ്റ്റർ ആ രീതിയിൽ റിവൈസ് ചെയ്യാൻ പറ്റും. അത് യൂസ്ഫുൾ ആകും. പിന്നെ ജെനറ്റിക്സ് ചാപ്റ്റേഴ്സ് മാത്രം കുറച്ചുകൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തു. എഗെയിൻ ഞാൻ ആദ്യം തൊട്ട് പറയുന്നതാണ്, ബയോളജിയിൽ നമുക്ക് ഒരു മെമ്മറിയുടെ കാര്യത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. എക്സാമിൻ്റെ അന്ന് രാവിലെയും നമുക്ക് ചില കാര്യങ്ങൾ ആലോചിക്കുമ്പം ഓർമ്മയുണ്ടാകത്തില്ല. പക്ഷെ അത് പ്രശ്നമില്ല. ഇപ്പം ഞാനാണെങ്കിലും എക്സാമിന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ആ ലാസ്റ്റ് പേജുകളാണ്. ബട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു, അത് കിട്ടുകയും ചെയ്തു. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയുടെ കാര്യത്തിൽ ഇനി നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള സമയമില്ല. നിങ്ങളൊരു 75% പോർഷനെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളെങ്കിൽ അത് മാക്സിമം പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ഇനി ശ്രമിക്കുക. ഫിസിക്സിൽ നിങ്ങൾക്ക് തിയറി റിവൈസ് ചെയ്യാൻ ഇനി ആകെ ആവശ്യമുള്ളത് NCERTയിലെ സമ്മറി, പോയിന്റ്സ് ടു പോണ്ടർ, പിന്നെ നിങ്ങളുടെ ഫോർമുല ചാർട്ട് ഉണ്ടെങ്കിൽ അത്, മൈൻഡ് മാപ്പ്, മിസ്റ്റേക്ക് ബുക്ക്, ഇങ്ങനെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള സാധനം മാത്രമേ ഇനി തിയറി റിവൈസ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളൂ. അതും നമ്മൾ തിയറി മാത്രം വായിച്ച് പോയിട്ട് കാര്യമില്ല. ഓരോ ചാപ്റ്ററിൻ്റെയും ആ തിയറി ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് ഉടനെ ഒരു 10-20 MCQ വെച്ച് ഓരോ ചാപ്റ്ററിലെയും ചെയ്യാം. പിന്നെ NCERT എക്സാമ്പിൾസും എക്സർസൈസും ഒക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും ഒരു 30-ാം തീയതിക്കുള്ളിൽ അതൊന്ന് കംപ്ലീറ്റ് ആക്ക്. മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിലും അവരുടെ മെറ്റീരിയൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് മറിച്ച് നോക്കുമ്പം നിങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു പരിചയം വരും. ഫിസിക്സിലും കെമിസ്ട്രിയിലും നിങ്ങൾ തിയറി നല്ലോണം പഠിച്ചിട്ടും അതിൻ്റെ ആപ്ലിക്കേഷൻ അങ്ങോട്ട് ശരിയാകാത്ത ചാപ്റ്റേഴ്സ് ഇനി നടക്കുന്ന ഏതെങ്കിലും നല്ലൊരു മാരത്തോൺ ലൈവിൽ ആ ചാപ്റ്റേഴ്സ് മാത്രം, അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രം ഒന്ന് കണ്ടുപോയാൽ മതി. അത് കുറേയൊക്കെ കണ്ട് അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാവും. അത് കണ്ടിട്ട് ഒരു അരമണിക്കൂർ അതിലെ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ടും കൂടെ ചെയ്ത് നോക്കണം. അപ്പോഴേ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. കുറേ കാലമായിട്ട് ഒരേ മാർക്ക് റേഞ്ചിൽ തന്നെ, എത്ര വർക്ക് ചെയ്താലും ഒരേ മാർക്ക് റേഞ്ചിൽ തന്നെ നിൽക്കുന്ന കുറച്ച് പേരുണ്ടാവും. പക്ഷെ നിങ്ങൾ പ്രതീക്ഷ വിടരുത്. ഇപ്പം എനിക്ക് തന്നെ ഈ വർഷം പരിചയമുള്ള കുറച്ച് പിള്ളേരൊക്കെ ഒരു 10-12 ദിവസം എഴുതിയ എക്സാംസിനൊക്കെ സെയിം മാർക്കായിരുന്നു. ബട്ട് പിന്നെ അങ്ങോട്ട് ആ ഒരു ലെവൽ അങ്ങ് ബ്രേക്ക് ചെയ്ത് ഒരു 100 മാർക്സ് പ്ലസ് എന്നുള്ള ആ ലെവലിലോട്ട് പോയി. അപ്പം അങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് ഈ ലാസ്റ്റ് വീക്കിലും പോസിബിൾ ആണ്. ഇപ്പം എൻ്റെ പാർട്ട്ണറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് മാർക്ക് ഫൈനൽ എക്സാമിനായിരുന്നു. അതിന് മുമ്പ് കിട്ടിയ മാർക്ക് ഒന്നും നീറ്റ് ക്രാക്ക് ചെയ്യാനുള്ള ലെവലിൽ എത്തിയിട്ടില്ലായിരുന്നു. ലാസ്റ്റ് എക്സാമിനാണ് ഏറ്റവും ബെസ്റ്റ് മാർക്ക് കിട്ടിയത്. ഇവർക്കെല്ലാം കോമൺ ആയിട്ടുള്ള കാര്യം, ഇവരധികം ഡൗൺ ആകുന്നില്ല, എല്ലാ ദിവസവും മാക്സിമം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയുള്ള 7 days ആണെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്ത് പോകുമ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും ബെറ്റർ റിസൾട്ട് കിട്ടും.
ഫിസിക്സിലും കെമിസ്ട്രിയിലും നിങ്ങൾക്ക് ചില ചാപ്റ്റേഴ്സ് എത്ര നോക്കിയിട്ടും അങ്ങോട്ട് ദഹിക്കാത്തതായിട്ട് ബാക്കി കാണും. നിങ്ങൾ എത്ര ക്ലാസ് കണ്ടിട്ടും അതിൻ്റെ ആ കൺസെപ്റ്റ് ശരിക്കും ക്ലിക്ക് ആകാത്ത കുറച്ച് ചാപ്റ്റേഴ്സ് കാണും. എനിക്ക് 1-2 ചാപ്റ്റർ അങ്ങനെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ ചെയ്തത് കുറച്ച് ബാക്കോട്ട് PYQ എടുത്ത് നോക്കിയിട്ട് കോമൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ നോക്കി. കാൽക്കുലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചിലത് അതിൻ്റെ നമ്പറുകൾ മാത്രം മാറി ബാക്കി അതുപോലെ തന്നെ ഫ്രെയിം ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻ നമ്മൾ അതുപോലെ അങ്ങ് പഠിച്ചു വെച്ചിട്ട് പോയാലും നമുക്ക് എക്സാമിന് അത്യാവശ്യം അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു പരിപാടി നിങ്ങൾ കുറേ ചാപ്റ്ററിന് ചെയ്യാൻ പോയാൽ നടക്കത്തില്ല. ഫിസിക്സിൽ ഒരു 1-2, കെമിസ്ട്രിയിൽ ഒരു 1-2 ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് വേറൊരു വഴി ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് പോയാലും ചിലപ്പോൾ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. എഗെയിൻ കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രമേ നമുക്കൊരു ഫുൾ കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ. ഇതൊരു പെർഫെക്റ്റ് പ്ലാൻ അല്ല. ഇങ്ങനെ ചെയ്തു പോകുന്ന ആ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാൻ ഒരു 50% ചാൻസ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ നമ്മുടെ ഒരു ഭാഗ്യത്തിൽ നിന്ന് നമ്മൾ ആ കണ്ട സൊല്യൂഷൻ്റെ ആ മെമ്മറിയിൽ നിന്ന് എടുത്ത് ആ സെയിം രീതിയിൽ ചെയ്തു പോകുമ്പോൾ ചിലപ്പോൾ ഒരു ഓപ്ഷനിലോട്ട് എത്തും. സോ ഈ ഒരു കാര്യം നിങ്ങൾക്കൊരു 2-3 ചാപ്റ്ററിനൊക്കെ ട്രൈ ചെയ്യാം. അടുത്തൊരു മെയിൻ പോയിന്റ്, നിങ്ങൾ ഇനിയുള്ള ഓരോ മോഡൽ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ഒരു 1-2 മണിക്കൂർ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ മിസ്റ്റേക്ക് ബുക്ക് എടുത്ത് മറിച്ച് നോക്കണം. നിങ്ങൾ ഇത്രയും കാലം മിസ്റ്റേക്ക് അനാലിസിസ് ഒക്കെ ചെയ്തതിൻ്റെ ആ ഒരു കംപ്ലീഷൻ വരുന്നത് ഈ ഫൈനൽ മോഡൽ എക്സാംസിന് മുമ്പായിട്ട് നമ്മൾ മുമ്പ് വരുത്തി മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് പോകുമ്പോഴാണ്. അതുകൊണ്ട് മിസ്റ്റേക്ക് ബുക്ക് ഉപയോഗിക്കുന്ന കാര്യം ആരും മറക്കരുത്. അതുപോലെ നിങ്ങൾ തിയറിയൊക്കെ അത്യാവശ്യം റിവൈസ് ചെയ്തൊരു വഴി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എഴുതിയ ഫുൾ മോഡൽ എക്സാംസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കൂടെ എടുത്തൊന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആ മിസ്റ്റേക്ക് കറക്ഷൻ കംപ്ലീറ്റ് ആവും. അപ്പം ഇനി പറയാനുള്ളത് നിങ്ങളുടെ ഡെയിലി റൊട്ടീൻ കാര്യങ്ങളെക്കുറിച്ചാണ്. ഓൾറെഡി ഈ 2 മണി തൊട്ട് 5:30 വരെയുള്ള സമയത്ത് നിങ്ങൾ ഇരുന്ന് ഒരു ശീലമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായാലും ആ ഒരു ടൈം പീരീഡിൽ ഉറങ്ങാൻ പാടില്ല. അത് മാക്സിമം റെസിസ്റ്റ് ചെയ്യണം. അതുപോലെ ഉച്ച കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ കഫീൻ്റെ യൂസ്, കോഫി ആണെങ്കിലും ചായ ആണെങ്കിലും ഒക്കെ നിങ്ങൾ എക്സാമിൻ്റെ ആ ടൈമിന് തൊട്ട് മുമ്പായിട്ട് കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഇല്ലാത്തതാണ് നല്ലത്. ഇനി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ആ ഉപയോഗിക്കുന്നതിൻ്റെ അളവ് ഒരു പകുതിയൊക്കെ ആക്കി ഒന്ന് കുറയ്ക്കുക. ഈ ആഴ്ച നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഉറക്കത്തിൻ്റെ കാര്യത്തിലാണ്. ഇത്രയും കാലം ഞാൻ പറഞ്ഞ എത്ര പേര് കേട്ടു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഒരാഴ്ചയിൽ നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചേ പറ്റൂ. നിങ്ങൾ സ്ഥിരം ഉറങ്ങുന്നതിനെക്കാട്ടും ഒരു മണിക്കൂറൊക്കെ കൂടുതൽ ഉറങ്ങിയാലും അത് മെച്ചമേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. എസ്പെഷ്യലി റിപ്പീറ്റേഴ്സൊക്കെ ആദ്യം ഒരു റൗണ്ട് ബേൺ ഔട്ട് ആയി, അത് കഴിഞ്ഞ് ഫുൾ മോഡൽസിന് തുടങ്ങി മാർക്ക് കുറഞ്ഞ് അവിടുന്ന് പിന്നെ ഒന്ന് പഠിച്ചു കയറി ഇപ്പോഴും വീണ്ടും ഒരു ബേൺ ഔട്ട് എന്നുള്ള ഫേസിലോട്ടൊക്കെ എത്തി നിൽക്കുന്ന കുറേ പേരുണ്ട്. നിങ്ങളുടെ ആ ഒരു പ്രശ്നം നിങ്ങൾ ജസ്റ്റ് ഉറക്കം ഒന്ന് ഇച്ചിരി കൂട്ടിയാൽ തന്നെ ശരിയാവും. നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈമിൽ ഈ മൈൻഡ് ബ്ലാങ്ക് ആയി പോകുന്ന പോലത്തെ പ്രശ്നമൊന്നും വരാതിരിക്കാനും ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ഉറക്കം ആവശ്യമാണ്. സോ ഈ ആഴ്ചയിൽ ദയവായിട്ട് ആരും ഉറക്കത്തിനെ സാക്രിഫൈസ് ചെയ്യരുത്. എൻ്റെ ലാസ്റ്റ് വീക്ക് പ്രിപ്പറേഷന് ഒരു കാര്യം കൂടെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അത് പ്രയറാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഈ ചാനൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആകത്തില്ല. ഈ പ്രയർ എന്ന് പറയുമ്പോൾ ഒരുപാട് സമയത്തെ വലിയൊരു പ്രാർത്ഥനയല്ല. പക്ഷേ ഞാൻ ഈ ലാസ്റ്റ് വീക്കിൽ ഈവൻ എക്സാം എഴുതാൻ വേണ്ടി ആ എക്സാം ഹാളിൽ ഇരുന്നപ്പോൾ പോലും ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രയർ എന്ന് പറയുന്നത്, ഈ എക്സാം ഇൻ കേസ് കുളവായാലും പ്ലീസ് ഹെൽപ്പ് മീ റിക്കവർ ഫ്രം ഇറ്റ്. അങ്ങനെ ഒരു പ്രയർ ഞാൻ സ്ഥിരമായിട്ട് പറയാറുണ്ടായിരുന്നു. ആൻഡ് അതെന്നെ ഒന്ന് കാമാകാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ എക്സാമിന് എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് റിക്കവർ ആവുന്നുള്ള കാര്യം 100% ഷുവറാണ്. അതൊരു ഫാക്റ്റാണ്. ഈ എക്സാമിന് തോറ്റു പോകാനും ഒരു പോസിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യണം. ഇൻ കേസ് അങ്ങനെ സംഭവിച്ചാലും ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ സക്സസിനെ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമല്ല എന്ന് ഓർക്കുക. നിങ്ങൾ ഈ എക്സാമിന് സക്സസ്ഫുൾ ആയാൽ അതിനർത്ഥം നിങ്ങൾ ലൈഫ് മൊത്തം സക്സസ്ഫുൾ ആയി എന്നല്ല. അതുപോലെ തന്നെ നിങ്ങൾ ഈ എക്സാമിന് ഇൻ കേസ് തോറ്റുപോയാലും നിങ്ങൾ ജീവിതത്തിൽ തോറ്റു പോകുന്നില്ല. ഈ ഒരു കാര്യം മനസ്സിൽ വേണം. ആ ഫിയർ ഓഫ് ഫെയിലിയർ എന്നുള്ള സാധനം മനസ്സിൽ നിന്ന് എടുത്ത് കള. ഈ ഒരാഴ്ച നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്ര ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ബാഡ് റിവിഷൻ ഇസ് സ്റ്റിൽ ബെറ്റർ ദാൻ നോ റിവിഷൻ. നിങ്ങൾ ഈ ഒരാഴ്ച ടെൻഷൻ കാരണം ഒന്നും ചെയ്യാതിരുന്നാൽ അത് ഭയങ്കര വലിയ നഷ്ടമാവും. സോ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള റിവിഷൻ ആണെങ്കിൽ പോലും അത് വെച്ച് ഈ 7 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ഇമ്പ്രൂവ്മെന്റ് എങ്കിലും ഉണ്ടാവും. ഓക്കെ, ഈ ഒരാഴ്ച 7 ഡേ സ്ട്രാറ്റജി എന്നും പറഞ്ഞ് കുറേ വീഡിയോസ് കാണും. ഇതെല്ലാം കൂടി എടുത്ത് കാണാൻ പോയിട്ട് ടെൻഷനും കൂട്ടരുത്, അതുപോലെ സമയവും കളയരുത്. ബാക്കി കാര്യങ്ങളൊക്കെ ഡെയിലിയുള്ള ലൈവ് സെഷനിൽ പറഞ്ഞു പോവാം. ഇന്ന് രാവിലത്തെ ലൈവ് കണക്ഷൻ ഇഷ്യൂസ് കാരണമാണ് ചെയ്യാൻ പറ്റാതെ പോയത്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ അത് പരിഹരിച്ച് പോവാം. ബാക്കി നിങ്ങൾക്ക് ടെൻഷൻ കൂടുമ്പോഴോ അല്ലെങ്കിൽ പ്രഷറൊക്കെ കൂടുമ്പോൾ ഉള്ള ആ പ്രശ്നങ്ങളൊക്കെ ഈ ലൈവ് സെഷൻ്റെ സമയത്തൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.